ഓക്കെ, സ്ക്രീന് പ്രസന്റ് ചെയ്യാം. വിന്റർ എയർ കണ്ടീഷനിങ്ങിന്റെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നതാണ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണുന്നുണ്ടായിരിക്കും. An air conditioning plant is to be designed for small office for winter condition. അപ്പോൾ ഔട്ട്സൈഡ് കണ്ടീഷൻ നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് DBT, 8 ഡിഗ്രി സെൽഷ്യസ് WBT എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡോർ കണ്ടീഷൻ 20 ഡിഗ്രി സെൽഷ്യസും എന്താ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 50 ആൾക്കാർക്കുള്ള ഇതാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ആ റൂം എന്ന് വെച്ചാൽ 50 ആൾക്കാരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ തന്നിട്ടുണ്ട് 0.3 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ ആണ്. അതിനെ നമ്മൾ മാറ്റിയിട്ട് എന്താക്കേണ്ടി വരും? മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടില്ല. നമുക്ക് ശരിക്കും പ്രോബ്ലം ചെയ്യാൻ വേണ്ടത് മാസ് ഫ്ലോ റേറ്റ് ആയിരിക്കും. അപ്പോൾ വോളിയം തന്നു കഴിഞ്ഞാൽ മാസ് കണ്ടുപിടിക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ്. പിന്നെ ഇതുപോലെ തന്നെ പെർ പേഴ്സണിലാണ് തന്നിട്ടുള്ളത്, ഒരാൾക്കുള്ളത് തന്നിട്ടുള്ളത്. മൊത്തം 50 ആളുണ്ട്, അപ്പോൾ അത്രയും മാസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാനുള്ളത്. അതിന് തന്നെ ഞാൻ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ. ഒന്നാമത് ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 10 ഡിഗ്രി സെൽഷ്യസ് DBTയും 8 ഡിഗ്രി സെൽഷ്യസ് WBT ആണ്. അപ്പോൾ അത് വരിക എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു പോയിന്റിലായിരിക്കും അല്ലേ. ഇതാണ് 10 ഡിഗ്രി സെൽഷ്യസ് DBTയും 8 ഡിഗ്രി സെൽഷ്യസ് WBTയും കൂടി വരുന്നത്. WBT എടുക്കുന്നത് മാറിപ്പോയരുത്, കാണിച്ചുതരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. DBT എടുക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക്. അതേപോലെ തന്നെ WBT എടുക്കുന്നത് എങ്ങനെയാന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് ഇവിടെയാണ് നമ്മൾ 5, 10, 15 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ഇതിൻ്റെ അകത്തുള്ള 8 ഡിഗ്രി സെൽഷ്യസ് ഇവിടെയാണ് വരുന്നത്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. ആ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിൽ കൂടെ വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെയാണ് എനിക്ക് ഈ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എഴുതി വെക്കുന്നതാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ 8 ഡിഗ്രി സെൽഷ്യസ് WBT ഉള്ളത്. താഴത്താണ് നമ്മളുടെ 10 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉള്ളത്. അങ്ങനെയാണ് ഒടുവിൽ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടിയത്. അപ്പൊ ആ പോയിന്റിന്റെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? ഇതാണ് നമ്മളെ ഔട്ട്സൈഡ് കണ്ടീഷൻ. അപ്പൊ ഞാൻ O എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഔട്ട്സൈഡ് കണ്ടീഷനാണ് O എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻസൈഡ് റൂം കണ്ടീഷൻ ആയിരുന്നു. അത് 20 ഡിഗ്രി സെൽഷ്യസ് DBTയും 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അപ്പൊ നമുക്ക് അവിടത്തേക്ക് പോവാം. 20 ഡിഗ്രി സെൽഷ്യസ് DBTയും 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് ഇതാണ്. ഓക്കെ, കണ്ടിട്ടുണ്ടാവായിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കാൻ എന്താന്ന്, ഇതാണ് നമ്മളെ ഏത് കണ്ടീഷൻ? ഇൻസൈഡ് കണ്ടീഷൻ. I എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നോട്ട് ഇങ്ങോട്ടേക്കായിരിക്കും നമ്മളെ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവാന്നായിരിക്കും എല്ലാവരും വിചാരിക്കാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു നോട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുത്തിട്ട് തന്നെ കാണിച്ചുതരാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ദ റിക്വയർഡ് കണ്ടീഷൻ ഈസ് അച്ചീവ്ഡ് ഫസ്റ്റ് ബൈ ഹീറ്റിംഗ് ആൻഡ് ദെൻ ബൈ അഡിയബാറ്റിക് ഹ്യൂമിഡിഫൈ. ഈ രണ്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഒറ്റയടിക്ക് അങ്ങോട്ടേക്ക് പോവല്ല ചെയ്തത്. ഇവിടെ കാണാൻ പറ്റായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. ദ റിക്വയർഡ് കണ്ടീഷൻ ഈസ് അച്ചീവ്ഡ് ഫസ്റ്റ് ബൈ ഹീറ്റിംഗ് ആൻഡ് ദെൻ എന്താണ് അഡിയബാറ്റിക് ഹ്യൂമിഡിഫൈ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മൾ ഈ ഓന്ന് ഐയിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം ഹീറ്റിംഗ് ആണ്, വെറും ഹീറ്റിംഗ്, സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. സെൻസിബിൾ ഹീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അഡിയബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്.
അഡിയാബാറ്റിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് എൻതാൽപ്പി മാറരുത്. ഇതായിരിക്കും, ഇങ്ങനെ വേണം ജോയിൻ ചെയ്യാൻ. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടും. പോയിന്റാണ് ഇവിടെ. ഇതാണ് നമുക്ക് പർട്ടിക്കുലർ ആ ഒരു പോയിന്റ് കിട്ടിയത്. അതിനെ ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോ. ഇനി നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളുടെ ഹീറ്റിംഗ് കോയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ഹീറ്റിംഗ് ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ ഓന്ന് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തി. ഈ തൽക്കാലം ഈ ഒരു പോയിന്റിനെ നമുക്കൊരു എ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഓന്ന് ആദ്യം എയിലേക്ക് വന്നു, അതാണ് ഹീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്? അഡിയാബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷൻ. അഡിയാബാറ്റിക് എന്ന് വെച്ചാൽ എൻതാൽപ്പി മാറരുത്. എൻതാൽപ്പി ഒക്കെ മാറ്റാണ്ട് നമ്മൾ ഹ്യൂമിഡിഫൈ ലാസ്റ്റ് ഐ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഈ രണ്ട് പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടുപിടിക്കാലോ. നമുക്ക് താഴത്തുനിന്ന് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് എനിക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ തന്നിട്ടുണ്ട്. എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ ഈക്വൽ ടു 0.3 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പെർ പേഴ്സൺ എന്നുള്ള മാറ്റിക്കളയാം. നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് ഈസ് ഈക്വൽ ടു 50 ആൾക്കാരുണ്ട്. അപ്പൊ എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ എത്ര നമുക്ക് എഴുതാം? എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ അത് ടോട്ടൽ എമൗണ്ട് വേണം പറയാം. വേറെ എമൗണ്ട് എഴുതണ്ട. ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ ഇസ് ഈക്വൽ ടു 0.3 into 50. ഞാൻ എത്ര കിട്ടും? അടി 0.3 into 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15. അപ്പം 15 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. അഥവാ നമുക്ക് മീറ്റർ ക്യൂബ് പെർ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 15 divided by 60 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. എത്ര കിട്ടുക? 15 divided by 60 സെക്കൻഡ്. divided by 60 എന്ന് പറഞ്ഞാൽ 0.25. ഓക്കെ, 0.25 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ അതൊക്കെ നമുക്ക് എമൗണ്ട് ഓഫ് എയർ സർക്കുലേഷൻ കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് മാസ് ഫ്ലോ റേറ്റ് ആണ്. നമുക്ക് ഇപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ളത് വോളിയം ആണ്. അപ്പൊ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കിട്ടിയ വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുത്താൽ മതി, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള. അല്ലേ? അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത്. നമുക്കത് എവിടുത്തെ സ്പെസിഫിക് വോളിയം എടുക്കണം എന്നാണ് ഇനി അടുത്ത പ്രശ്നം. നമ്മൾ ഏത് എയറിനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്? ഔട്ട്സൈഡ് എയറിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് സ്ഥലത്തുള്ള ഇത് വണ്ടി വരും എടുക്കാൻ? ഔട്ട്സൈഡിലുള്ളല്ലേ? ഔട്ട്സൈഡ് എയറിനെയല്ലേ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം മാസ് ഫ്ലോ റേറ്റ് എവിടുത്തായിരിക്കും? ഔട്ട്സൈഡ് എയറിലായിരിക്കും എടുക്കേണ്ടത്. ഇതാണ് നമ്മളെ കോൺസ്റ്റന്റ് സ്പെസിഫിക് എൻതാൽപ്പി ലൈൻ വരുന്നത്. ഞാനിപ്പം വരച്ചത് അത്ര വരും ആ പർട്ടിക്കുലർ പോയിന്റ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് 0.80 ആണ്. തൊട്ട് അതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള 0.82 ആണ്. ഇത് ഏതാണ്ട് നമുക്കൊരു സെന്ററിലാന്ന് പറയാം. അപ്പൊ 0.81 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം കിട്ടും. അല്ലേ? 0.81 അല്ലേ കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ 0.80, റൈറ്റ് സൈഡിൽ 0.82. ഏതാണ്ട് സെന്ററിലാണ് നമ്മൾ ഈ O എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത്. അപ്പൊ 0.81 ആണ് നമുക്ക് പറയാം. അപ്പൊ ആ വാല്യൂസ് ഞാൻ അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാം.
നമുക്ക് വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് 0.25 ഡിവൈഡഡ് ബൈ 0.81 ഈക്വൽ ടു എത്ര കിട്ടും? അറിഞ്ഞാടി എന്തെങ്കിലുമൊക്കെ ചെയ്, എന്നാലേ ഒരു പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. 0.25 ഡിവൈഡഡ് ബൈ 0.81 എന്ന് പറയുമ്പോൾ 0.308, 0.3086 അത്രയും കിലോഗ്രാം പെർ സെക്കൻഡ് മാസ് ഫ്ലോ റേറ്റ് കിട്ടി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണുള്ളത്? ഒന്ന്, ഹീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് കോയിൽ ഇൻ കിലോ വാട്ട് ആൻഡ് സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഇഫ് ബൈപാസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.32. നമുക്ക് ആ ഹീറ്റിംഗ് കോയിലിന്റെ ഇത് സർഫസ് ടെമ്പറേച്ചർ, ആ കോയിലിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഹീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിലും കണ്ടുപിടിക്കണം, ഹീറ്റിംഗ് കോയിലും കണ്ടുപിടിക്കണം. അപ്പൊ അവിടത്തേക്ക് ആദ്യം പോവാം. ഹീറ്റിംഗ് കോയിൽ എവിടെയാണ് അതിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നത്? അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിൽ എവിടെയാണുള്ളത്? ഇതാണ് നമ്മളെ ഹീറ്റിംഗ് കോയിൽ വരുന്നത്. അപ്പൊ ഹീറ്റ് നമുക്ക് ഔട്ട്സൈഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ഈ ഹീറ്റിംഗ് കോയിൽ ചൂടാക്കി വെക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയാണ്? 30 അല്ലേ? എനിക്ക് ഇവിടെ കിട്ടിയതാണ് 30. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ആ ബൈപ്പാസ് ഫാക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. നമ്മളുടെ കോയിൽ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. നമുക്ക് വരുന്ന ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു? 10 ഡിഗ്രി സെൽഷ്യസ്. കിട്ടിയത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 30 ഡിഗ്രി സെൽഷ്യസ്. ആ 30 അതെങ്ങനെയാ മനസ്സിലായത്? നമ്മൾ ഈ ഗ്രാഫിന്റെ അകത്ത് നിന്നാണ് കണ്ടുപിടിച്ചത്. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഹീറ്റിംഗ് കോയിലിൽ എന്തുണ്ടാവും? ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. അതെനിക്ക് അറിയില്ല, ടി എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട്. എത്രയാണെന്ന് അറിയില്ല നമുക്ക്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ 30-നേക്കാട്ടി എന്തായാലും കൂടുതലായിരിക്കും അല്ലേ? കാരണം ബൈപ്പാസ് ഫാക്ടർ ഒക്കെ ഉള്ളതുകൊണ്ട്. ഹീറ്റിംഗ് കോയിലാണ് ഒരു 35 ആ റേഞ്ചിലൊക്കെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 30 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുള്ളൂ. 35 ഞാൻ വെറുതെ എടുത്ത വാല്യൂ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ബൈപ്പാസ് ഫാക്ടർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് സൈഡ്. ബൈപ്പാസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു റൈറ്റിലുള്ള ടെമ്പറേച്ചർ എത്രയാവും? എങ്ങനെ വേണമെങ്കിലും എടുക്കുക. ഇനിയിപ്പോ 30 മൈനസ് ടി എന്നിട്ടിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല, ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലുള്ളത് 10 മൈനസ് ടി ആണെന്ന് വിചാരിക്കും. ബൈപ്പാസ് ഫാക്ടർ എനിക്ക് തന്നിട്ടുണ്ട് 0.32 ആയിരുന്നില്ലേ? 0.32. യെസ്. ഇത് എത്ര കിട്ടും? ഇവിടെ എൻ്റെ പോയിന്റർ. അപ്പൊ 30 മൈനസ് ടി ഈക്വൽ ടു 0.32 ഇൻറ്റു 10 മൈനസ് ടി. അങ്ങനെ ടീൻ്റെ വാല്യൂ എത്ര കിട്ടും? ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻ ഒന്നും നടക്കൂല ഇപ്പോൾ. ആരുമില്ലേ കണ്ടുപിടിക്കാൻ? അവിടെ സമയം കളയായിട്ടൊന്ന് പറഞ്ഞാടാ എത്രയാണ്? ഒരാൾക്ക് കണക്കില്ലേ? എത്ര കിട്ടിയ? ടി ഈസ് ഈക്വൽ ടു 39.41 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ,
39.41 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് അതാണ് അതിന്റെ സർഫസ് ടെമ്പറേച്ചർ. ഇവിടെയുള്ള ശരിക്കുള്ള കൂളിംഗ് കോയിലിന് എത്ര ടെമ്പറേച്ചർ ഉണ്ട്? 39.41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതായത് 39.41 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ നമുക്ക് 30 എങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിട്ടുള്ളൂ. കാരണം കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബൈപ്പാസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ കോയിലിൻ്റെ അകത്ത് ടച്ച് ചെയ്യാണ്ടൊക്കെ കുറെ ആൾക്കാർ മിസ്സായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു ടെമ്പറേച്ചറിലായിരിക്കും നമ്മളെ കൂളിംഗ് കോയിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ഹീറ്റിംഗ് കപ്പാസിറ്റി ആണ്. ഹീറ്റിംഗ് കോയിലിന്റെ കപ്പാസിറ്റി എത്രയുണ്ട്? ഞാൻ തൽക്കാലം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റുന്നുണ്ട്, കാണാൻ വൃത്തി ഉണ്ടാവില്ല. ഹീറ്റിംഗ് കോയിലിന്റെ കപ്പാസിറ്റി ആണ് നമ്മൾ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്യൂ ഈക്വൽ ടു നമുക്കറിയാം മാസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ് ആണ്. എൻതാൽപ്പി ഏതൊക്കെയാണ്? എവിടെ തൊട്ട് എവിടം വരെ ഹീറ്റിംഗ് നടത്തുന്നത്? O തൊട്ട് A വരെ. അപ്പോൾ ഓയിലുള്ള എൻതാൽപ്പി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും. എയിലുള്ള എൻതാൽപ്പി കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടും. അപ്പൊ എനിക്ക് ഏകദേശം ഇപ്പൊ ഞാൻ വരച്ചത് പ്രകാരം Q ഇസ് ഈക്വൽ ടു എനിക്ക് എന്തൊക്കെയാണുള്ളത്? Q ഇസ് ഈക്വൽ ടു M നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എമ്മിന്റെ വാല്യൂ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? 0.3086 0.3086 ആയിരുന്നു. ഇൻടു എൻതാൽപ്പി ഡിഫറൻസ്. എൻതാൽപ്പി എന്ന് വെച്ചാൽ 45 മൈനസ് 25 HA മൈനസ് HO. എൻതാൽപ്പി അറ്റ് A മൈനസ് എൻതാൽപ്പി അറ്റ് O. അപ്പോൾ എത്ര കിട്ടും വാല്യൂ? Q ഇസ് ഈക്വൽ ടു, നിങ്ങളായിട്ട് പറഞ്ഞാൽ സാധ്യതയില്ല, 0.3086 ഇൻറ്റു 45 മൈനസ് 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 20. അപ്പോൾ 6.17 കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് ഉത്തരം കിട്ടി. ഇനി ഇതിനെ ടൺ ഓഫ് റെഫ്രിജറേഷനിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്താൽ 6.172 ഡിവൈഡ് ബൈ 3.5 എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൺ ഓഫ് റെഫ്രിജറേഷനിലേക്ക് കിട്ടും. ക്വസ്റ്റ്യൻ അഥവാ ടണ്ണിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് എടുക്കുക പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? കപ്പാസിറ്റി ഓഫ് ഹീറ്റിംഗ് കോയിലൊക്കെ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള കാര്യം കൂടി നോക്കാം. കപ്പാസിറ്റി ഓഫ് ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി ഓഫ് ഹ്യൂമിഡിഫയർ. അപ്പൊ ഹ്യൂമിഡിറ്റി നമ്മൾ കൊടുക്കുന്നത് എവിടെ തൊട്ട് എവിടം വരെയാണ്? I എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിലും പിന്നെ A എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിലും പെർട്ടിക്കുലർ. അപ്പൊ ആ രണ്ട് സ്ഥലത്തുള്ള ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു, അതായത് മൊത്തം എമൗണ്ട് ഓഫ് ഇത് സപ്ലൈഡ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഒമേഗ I മൈനസ് ഒമേഗ A ഇസ് ഈക്വൽ ടു M. നമുക്കറിയാം 0.3086 ഇൻറ്റു ഒമേഗ I എത്ര വരും? ഏകദേശം 0.008 0.01, നമുക്ക് ഏകദേശം ഒരു 0.009 കൊടുക്കാം അല്ലെ? 009 ആണെന്ന് എന്നിട്ട് അസ്യൂം ചെയ്യാം. മൈനസ് ഒമേഗ A എത്ര വരും? 0.006ന്റെ തൊട്ടടുത്ത്. തൽക്കാലം 0.006 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് ഓഫ് വാട്ടർ സപ്ലൈഡ് അല്ലെ ഹ്യൂമിഡിറ്റി ആഡഡ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടും. അതോടുകൂടി നമ്മൾ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം ആ ബൈപ്പാസ് ഫാക്ടർ എവിടെ ഉണ്ടാവും ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ഒരു ലോജിക്കും കൂടി എടുത്തുതരാം. നമ്മൾ ഓന്ന് എയിലേക്കാണ് ഹീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വരണം. എത്ര നമുക്ക് കിട്ടിയത്? 39 point something ആണ്.
അത് ഏതാണ്ട് ഇവിടെ വരും 40ന്റെ തൊട്ടടുത്ത്. അങ്ങനെ നമുക്ക് ഏകദേശം എത്ര ആണ് 39.41 എന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ സർഫസ് ടെമ്പറേച്ചർ, TS എന്ന് വേണമെങ്കിൽ കൊടുക്കാം, സർഫസിന്റെ ടെമ്പറേച്ചർ. ഈ കാണുന്ന ഗ്രീൻ കളർ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം നമുക്ക് ബൈപ്പാസ് ആയിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ശരിക്കും വേണ്ടത് TS വരെ ആയിരുന്നു ടെമ്പറേച്ചർ കിട്ടേണ്ടത്, പക്ഷെ നമുക്ക് TA വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു, A എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ വരെ. അപ്പൊ അങ്ങനെ ബാക്കി കിടക്കുന്ന ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് ക്വസ്റ്റ്യൻ കാണാൻ കുറച്ച് വലുപ്പമുണ്ടാവും, സംഭവമൊക്കെ സിമ്പിൾ തന്നെയാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ച്ചടട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ തേർഡ് മോഡ്യൂൾ വെച്ച 5th മോഡ്യൂളും അല്ല 6th മോഡ്യൂളും അല്ലാത്തൊരു അവസ്ഥയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ള എനിക്ക് നമ്മൾ സൈക്കോമെട്രി പഠിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് സ്ക്രോൾ ആകത്ത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ റെസ്റ്റോറന്റ് വിത്ത് എ കപ്പാസിറ്റി ഓഫ് 100%. ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, 100 പേരുടെ കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറന്റ് ഈസ് ടു ബി എയർ കണ്ടീഷൻഡ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമ്മർ എയർ കണ്ടീഷനിങ് ആണോ വിന്റർ എയർ കണ്ടീഷനിങ് ആണെന്നോ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു 100 ആൾക്ക് ഇരിക്കേണ്ട ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അതിനെ നമുക്ക് എയർ കണ്ടീഷൻ ചെയ്യണം. അത് ചൂടാക്കലാണോ തണുപ്പിക്കലാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ കണ്ടീഷൻ ആയിട്ടില്ല, ഔട്ട്സൈഡ് കണ്ടീഷൻ നമ്മളെ പുറത്തുള്ള അവസ്ഥ എന്ന് വെച്ചാൽ 30 ഡിഗ്രി സെൽഷ്യസ് DBTയും 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ഡിസൈഡ് ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലത്തെ അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ഡിസൈഡ് നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ഡിഗ്രി സെൽഷ്യസ് DBTയും 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അപ്പൊ 30 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ 23 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറക്കുകയാണ് വേണ്ടത്. അപ്പൊ ഏതാണ്ട് സമ്മർ എയർ കണ്ടീഷനിങ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേങ്കിൽ ക്വസ്റ്റ്യനിൽ തന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സംഭവം മനസ്സിലാവും. ക്വാണ്ടിറ്റി ഓഫ് എയർ സപ്ലൈഡ് 0.5 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ. ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് മൊത്തം 100 ആൾക്കാരുണ്ട് നമ്മളെ കയ്യിൽ. പിന്നെ ദ ഡിസൈഡ് കണ്ടീഷൻ ആർ അച്ചീവ്ഡ് ബൈ, ഈ ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ടത്. സെക്കൻഡ് അതിന് പറയുന്ന കാര്യം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുതരാം. ദ ഡിസൈഡ് കണ്ടീഷൻ ആർ അച്ചീവ്ഡ് ബൈ കൂളിംഗ്. ആദ്യം കൂളിംഗ് നടക്കുന്നുണ്ട്, ഫസ്റ്റ് കൂളിംഗ് നടത്തി, ദെൻ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്തി.
പിന്നെ ഒന്നുകൂടെ ഉണ്ട് ആൻഡ് ദെൻ ഹീറ്റിംഗ്. അപ്പോൾ 3 കണ്ടീഷനാണുള്ളത്. ആദ്യം കൂളിംഗ് ആണ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് എയറിനെ നമ്മൾ ആദ്യം കൂൾ ചെയ്യുന്നു. അതായത് 30 ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ ആദ്യം നമ്മൾ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ നടത്തുന്നു. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദെൻ ഹീറ്റിംഗ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നിട്ടുള്ളത്. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളതെല്ലാം സാധാരണ ചോദിക്കുന്നത് തന്നെ കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ, കപ്പാസിറ്റി ഓഫ് ഹീറ്റിംഗ് കോയിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം കൂളിംഗും നടക്കുന്നുണ്ട്, ഹീറ്റിംഗും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ലോജിക്ക് മനസ്സിലായ എന്താണ്? നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് 23 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകുന്നത് ഏത് രീതിയിലാണ്? ആദ്യം നമ്മൾ കൂളിംഗ് മാത്രം നടത്തും. അത് കഴിഞ്ഞപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തും. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. നമുക്ക് ആ 3 കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഗ്രാഫിൽ വരിക എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്യുന്നത് എൻ്റെ തന്നിരിക്കുന്ന ഏത് കണ്ടീഷൻ, ഔട്ട്സൈഡ് കണ്ടീഷൻ എത്രയാ? 30 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടി, 30 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടിയും 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. 30 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടി, 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഈ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു യെല്ലോ കളർ ഡോട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളെ ഔട്ട് സൈഡ് കണ്ടീഷൻ. തൽക്കാലം ഓ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നു, ഔട്ട്സൈഡ്. ഓക്കെ, അതിനെ നമ്മൾ മാറ്റിയിട്ട് ഇൻസൈഡ് കണ്ടീഷൻ ആക്കുന്നത് 23 ഡിഗ്രി സെൽഷ്യസ്, 23 ഡിഗ്രി സെൽഷ്യസും 23 ഡിഗ്രി സെൽഷ്യസ് ഡി ബി ടിയും 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വരും 55 ഇത്. രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ഇതാണ് നമ്മളെ ഇൻസൈഡ് കണ്ടീഷൻ. അതിനാ എന്റെ പോയിന്റ്, ഇതാണ് ഇൻസൈഡ് കണ്ടീഷൻ. അതിനെ ഐ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇത് നമ്മൾ ഒറ്റയടിക്ക് എന്താക്കല്ല ചെയ്യുന്നത്, ഓന്ന് ഐയിലേക്ക് ഇങ്ങനെ ഒരു ഒറ്റ വരുത്ത് വരികയല്ല ചെയ്യുന്നത്. പകരം 3 കണ്ടീഷൻ വഴിയാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. ആ 3 കണ്ടീഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ 3 കണ്ടീഷൻ മാർക്ക് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചു നോക്കോ. ആദ്യം വെറും കൂളിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? ഇടത്തോട്ടേക്ക് പോകണോ വലത്തോട്ടേക്ക് പോകണം? എങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലായിരിക്കും കൂളിംഗ്? റൈറ്റ് സൈഡിൽ ഇടത്തോട്ടേക്ക് പോകും. അപ്പൊ ഇടത്തോട്ടേക്ക് നമ്മൾ എവിടം വരെ പോകണം എന്ന് വെച്ചാൽ ഇവിടം വരെ എത്തിക്കണം, നമ്മളുടെ ആ കർവിന്റെ പോയിന്റ് വരെ. ഓക്കെ, കഴിഞ്ഞില്ല. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി കുറക്കല്. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്ക് പോകേണ്ടി വരും? 3 കളറിലായിട്ട് നമുക്ക് ചെയ്യാം. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി കുറക്കണം. അപ്പൊ കുറക്കുന്ന കാണുന്നുണ്ടാ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇങ്ങനെ കുറക്കണം എന്നാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഞാൻ ഇവിടം വരെ എത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് തൽക്കാലം. നെക്സ്റ്റ് പറയുന്നത് ഹീറ്റിംഗ് ആണ്. ഓക്കെ, ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടത് ഹീറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം, ഇവിടത്തേക്ക് വരണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ഇത് ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയത്. ഫസ്റ്റ് എനിക്ക് ഇവിടെ ഉള്ളത് ആരാന്ന്? മുകളിലുള്ളത് ഇത് 1, ഇത് 2 എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിക്കും. ആദ്യം ഔട്ട്സൈഡ് എയർന്ന് 1ലേക്ക് എത്താൻ വേണ്ടി എൻ്റെ കയ്യിലുള്ളത് ആരാന്ന്? കൂളിംഗ് കോയിൽ. അത് 1ന്ന് 2ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 2ന്ന് തിരിച്ച് 1ലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഐയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഹീറ്റിംഗ് കോയിൽ. മുകളിലുള്ളതാണ് കൂളിംഗ് കോയിൽ. ആ ലോജിക്ക് കൂടി കിട്ടി കാണുമല്ലോ. ഈ ഒരു ഗ്രാഫ് വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെല്ലാം സിമ്പിളാണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തുടങ്ങാൻ. നമുക്ക് ഗ്രാഫൊക്കെ കിട്ടി. നമുക്ക് നമ്മളുടെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതാം. എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്ത സ്ഥിതിക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് എയർ.
എത്ര മണി വരെ ക്ലാസ്? ക്വാണ്ടിറ്റി ഓഫ് എയർ സപ്ലൈഡ് ഇത്രയും തന്നിട്ടുണ്ട്. 0.5 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് പെർ പേഴ്സൺ ആണ്. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി വോളിയം ഞാൻ ഇടുന്നുണ്ട് തൽക്കാലം. ഓക്കെ, 10:15. അപ്പൊ ടോട്ടൽ വോളിയം എത്ര വേണ്ടി വരും? ഒരാൾക്ക് 0.5 ആണ്, നമ്മളെ കയ്യിലുള്ളത് 100 ആളാണ്. അതുകൊണ്ട് ഇൻറ്റു 100 കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ എത്ര? 50 മീറ്റർ ക്യൂബ് പെർ മിനിറ്റിലാണ് കിട്ടിയത്. നമുക്ക് അതിന് അന്നേരം തന്നെ സെക്കൻഡിലേക്ക് ഇപ്പം തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡിവൈഡ് ബൈ 60 കൊടുത്തു എന്ന് വെച്ചാൽ 5/6 എത്ര കിട്ടും? 5 ഡിവൈഡ് ബൈ 6 0.833 കിട്ടും. 33 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു. നമ്മൾ മൊത്തം എത്ര ക്വാണ്ടിറ്റി ഓഫ് വോളിയം ഓഫ് എയർ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്കിത് വോളിയം ആണ് തന്നിട്ടുള്ളത്. ആരും എന്തോ പറയാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്താ? വോളിയം ആണേ. നമുക്ക് പക്ഷെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മാസ് ഓഫ് എയർ സപ്ലൈഡ് സിക്കൽ ടു മാസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുത്താൽ മതി. വോളിയം എനിക്ക് കിട്ടിയിട്ടുണ്ട് 0.833 ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കണം. സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ ഞാൻ എവിടെ പോകണം? ഏത് എയറിനെയാണോ ഞാൻ തണുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എയറിന്റെ സ്പെസിഫിക് വോളിയം എനിക്ക് കണ്ടുപിടിക്കണം. ഏത് എയറിനെ ഞാൻ തണുപ്പിക്കുന്നത്? ഈ ഔട്ട് സൈഡിലുള്ള എയറിനെ അല്ലേ. അപ്പൊ ആ പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ പരിപാടിയാണ്. കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയത്തിന്റെ ലൈനാണ് ഇതൊക്കെ. ഇങ്ങനെ പോകുന്ന പർപ്പിൾ കളർ ലൈൻ, അതിന് പാരലായിട്ട് അവിടുന്ന് ഒരു ലൈൻ വരച്ചോളുക. അപ്പൊ ഇവിടുന്ന് ഞാൻ ലൈൻ വരയ്ക്കുകയാണ്. ഇതെവിടെ പോയി മുട്ടണം? കാണാൻ പറ്റുന്നുണ്ട്. 0.88 ആണ് ഇവിടെ ഉള്ളത്, 0.9 ആണ് ഇവിടെ ഉള്ളത്. കറക്റ്റ് സെന്ററിലല്ല. കറക്റ്റ് സെന്റർ ആണെങ്കിൽ നമുക്ക് 0.89 ആന്ന് പറയാം. ഇത് അതിന്റെ താഴത്താള്. അപ്പൊ 0. എത്ര കൊടുക്കുക? 885 എന്ന് കൊടുക്കുക. ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 0.89 തന്നെ കൊണ്ട് കൊടുത്തോ. ഓക്കെ, എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ. ലെഫ്റ്റ് സൈഡിലുള്ളത് 0.88 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് 0.9 ആണ്. ഇത് ഏകദേശം കറക്റ്റ് സെന്ററിലാണെങ്കിൽ ഇവിടെയാ വരേണ്ടത് ശരിക്കും. പക്ഷെ ചെറിയൊരു പോയിന്റ് ബാക്കിലോട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഗ്രാഫിന്റെ അകത്ത് റഫായിട്ട് ചെയ്യുന്നതാണല്ലോ. നമുക്ക് 0.89 വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അധികം നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ആലോചിച്ചിട്ട് തലകൊണ്ടാക്കണ്ട. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് 0.89. എത്ര കിട്ടും? 0.833 ഡിവൈഡ് ബൈ 0.89 0.935. എത്രയും കിലോഗ്രാം പെർ സെക്കൻഡിലേക്ക് മാറി നമ്മളുടെ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ കണ്ടുപിടിക്കാനാണ്. കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ ഇസ് ഈക്വൽ ടു കൂളിംഗ് നടത്തുന്ന എവിടെ തൊട്ട് എവിടം വരെ ആയിരുന്നു? മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കണം. അതാണ് പ്രശ്നം. കൂളിംഗ് നടത്തുന്നത് നമ്മൾ ഔട്ട് സൈഡ് എയറിനെ 1ലേക്ക്. അപ്പൊ ഔട്ട് സൈഡ് എയറിന്റെ എൻതാൽപ്പി നമുക്കറിയണം. 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എൻതാൽപ്പി അറിയണം. ഔട്ട് സൈഡ് എയറിലെ എൻതാൽപ്പി എത്ര കിട്ടും? ഔട്ട് സൈഡ് എയറിന്റെ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇവിടെ, 1ലെ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇവിടെ. എത്രയാണ്? ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ. കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ Q ഓഫ് കൂളിംഗ് കോയിൽ ആണ് ഈക്വൽ ടു മാസ് ഇൻറ്റു HO മൈനസ് H1 ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് എനിക്ക് കിട്ടി 0.935.
0.935 ഇൻറ്റു HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79 വരുന്നുണ്ട് ഏകദേശം. ഇവിടത്തേക്ക് 79, ഇവിടത്തേക്ക് 71, 72, 73 മൈനസ് 73. ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ കിട്ടി. കപ്പാസിറ്റി ഓഫ് ഹീറ്റിംഗ് കോയിൽ കണ്ടുപിടിക്കണമെങ്കിൽ, ഹീറ്റിംഗ് കോയിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ സെയിം M ഇൻറ്റു ഹീറ്റിംഗ് നടത്തുന്നത് എവിടെ തൊട്ട് എവിടം വരെയാണ്? I എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് 2 എന്ന് പറഞ്ഞ പോയിന്റ്, ഈ 2 പോയിന്റിലുള്ള ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HI മൈനസ് H2 which is equal to 0.935 into HI എത്ര വരുന്നുണ്ട്? 47 മൈനസ് 37 കൊടുക്കാം. അത് ചെയ്താൽ എനിക്ക് എന്തും കിട്ടും? കപ്പാസിറ്റി ഓഫ് ഹീറ്റിംഗ് കോയിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഇവിടെ തന്നെ ഞാൻ മായ്ച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് ഇതാണ്. സമയം തീരാറായി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുന്നത്. എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡാ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടം വരെയായിരുന്നു? ഈ 1 2ലേക്കുള്ള ഈ പ്രോസസ്സിലാണ്. 1 2ലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അവിടെ മാത്രമേ വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 1ലുള്ള ഒമേഗ എടുക്കുക, ഒമേഗ 1. അതേപോലെ തന്നെ 2ലുള്ള ഒമേഗ എടുക്കുക. 2ലുള്ള ഒമേഗ എന്ന് വെച്ചാൽ ഇവിടെ ഒമേഗ 2. അപ്പോൾ മൊത്തം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര കണ്ടുപിടിക്കാം? മൊത്തം ഒമേഗ ഇസ് ഈക്വൽ ടു M ഇൻറ്റു ഒമേഗ 1 മൈനസ് ഒമേഗ 2. ഒമേഗ 1 എത്രയാണെന്നും ഒമേഗ 2 എത്രയാണെന്നും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്കുക. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സ്റ്റോപ്പ് ആക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല വെച്ചാൽ ബൈപ്പാസ് ഫാക്ടർ ഓഫ് ഹീറ്റിംഗ് കോയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇഫ് സർഫസ് ടെമ്പറേച്ചർ ഈസ് 35 ഡിഗ്രി സെൽഷ്യസ്. ഹീറ്റിംഗ് കോയിലിന്റെ ബൈപ്പാസ് ഫാക്ടർ, ഹീറ്റിംഗ് കോയിലിന്റെ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഹീറ്റിംഗ് നടക്കുന്ന എവിടെ നിന്നോട്ടാണ്? 2 Iലേക്ക്. അപ്പൊ അവിടെ ഹീറ്റിംഗ് കോയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. അതിന്റെ ബൈപ്പാസ് ഫാക്ടറെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ സ്ഥിരം ചിത്രം വരച്ചോളാം. നമ്മളെ ഹീറ്റിംഗ് കോയിൽ ഇവിടെയുണ്ട്. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ടെമ്പറേച്ചർ എത്രയാന്ന് നോക്കുക. വരുന്ന ടെമ്പറേച്ചർ, ഹീറ്റിംഗ് കോയിലിൽ വരുന്ന ടെമ്പറേച്ചർ എത്രയാ? ഈ ഒരു പോയിന്റിൽ നോക്കുക, എത്ര ഡിഗ്രി സെൽഷ്യസ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോക്കുക. ആ പോയിന്റിലുള്ള വരുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 10, 11, 12, 13. ഓക്കെ, ഓൾമോസ്റ്റ് 13 ഡിഗ്രി സെൽഷ്യസ് നമ്മളിവിടെ കൊടുക്കുന്നത്. പുറത്തേക്ക് കിട്ടിയ ടെമ്പറേച്ചർ എത്രയാണ്? അതായത് I എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് 23 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് തന്നെ പറയാം. 23 ഡിഗ്രി സെൽഷ്യസ്. ഈ കൂളിംഗ് കോയിലിന്റെ സർഫസ് ടെമ്പറേച്ചർ എനിക്ക് തന്നിട്ടുണ്ട് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നേരത്തെ ലോജിക്ക് വെച്ചിട്ട് ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 23 ഡിഗ്രി സെൽഷ്യസ് കിട്ടണമെങ്കിൽ മിനിമം 35 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ വേണം. അതിനർത്ഥം എന്തൊക്കെയോ ബൈപ്പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈപ്പാസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എത്രയാ? 35 മൈനസ് 23 ഡിവൈഡ് ബൈ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ 35 മൈനസ് 13. ഏതാ എനിക്ക് എന്ത് കിട്ടും? ബൈപ്പാസ് ഫാക്ടറും കിട്ടും. അപ്പൊ ഓക്കെ അല്ലേ? ബൈപ്പാസ് ഫാക്ടറും കണ്ടുപിടിക്കുക. സിമ്പിൾ. അയ്യോ, ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്ക് പരിപാടി നടത്താം. നമ്മൾ ഇന്ന് 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ടേ, മറന്നു പോകരുത്. 2 ടൈപ്പാണ് ചെയ്തത്.